കോവിഡ് മഹാമാരിയിൽ തകർന്ന ബിസിനസിന്റെ ബാധ്യത മൂലം ദുബായിൽ പെരുവഴിയിലായി പ്രവാസി കുടുംബം. താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിനെ തുടർന്ന് ഭക്ഷണത്തിനടക്കം എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇന്ന് ഈ മനുഷ്യർ. കൊറോണ മഹാമാരി തകർത്ത ജീവിതങ്ങളുടെ കഥ അവസാനിക്കുന്നില്ല. കഷ്ടപ്പെടുന്ന ആളുകളുടെ കഥ ഇപ്പോഴും അവസാനിക്കാതെ തുടരുകയാണ്. കണ്ണൂർ സ്വദേശി രാജേഷിന് പറയാനുള്ളതും അത്തരത്തിലൊരു കഥയാണ്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി രാജേഷ് ദുബായിലുണ്ട്. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ദുബായിലെത്തിയതാണ്. പലതരം ജോലിക്കൊടുവിൽ ഭാര്യയുമൊത്ത് സ്വന്തമായൊരു ജിം ആരംഭിച്ചു. കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെയാണ് കൊറോണ മഹാമാരി ലോകത്ത് നിശ്ചലമാക്കിയത്. രാജേഷിന്റെ ജിം മാസങ്ങളോളം അടച്ചിടേണ്ടി വന്നു. വരുമാനം നിലച്ചു. വാടക നൽകാനാകാതെ കടം പെരുകാൻ തുടങ്ങി. കേസുകൾ നിരവധിയായി. ജയിലിലുമായി. ഏറ്റവും ഒടുവിൽ വാടക നൽകാത്തതിനാൽ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. പെരുവഴിയിലേക്ക്. ഒരു സുഹൃത്ത് നൽകിയ താൽക്കാലിക അഭയത്തിലാണ് ഇപ്പോൾ രാജേഷിന്റെയും ഭാര്യയുടെയും താമസം. ഇവിടെ നിന്ന് പക്ഷേ ഇന്നോ നാളെയോ ഇവർക്ക് ഇറങ്ങേണ്ടിയും വരും. ഞങ്ങളിപ്പം പാർക്കിലൊക്കെയാണ് നടക്കുക. പിന്നെ അത് കണ്ടിട്ട് ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് 2-3 ദിവസത്തേക്ക് ഒരു ഷെൽട്ടർ തന്നിട്ടുണ്ട്. അവരെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് പോകണോ എന്ത് പോകണമെന്നും അറിയില്ല. പിന്നെ അതുപോലെ എൻ്റെ മകനുണ്ട്, അവൻ പഠിക്കുന്നത് നാട്ടിലാണ്. അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ചെറിയ ഇതിൽ ജീവിച്ചിട്ട് അവരങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതും വഴിമുട്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇനി എങ്ങനെ മുന്നോട്ടുണ്ട്. അങ്ങനെയാണ്. കേസു തീർക്കാതെ നാട്ടിലേക്ക് പോകാനാകില്ല. മകന്റെ പഠന ചെലവ് ഉൾപ്പെടെ എങ്ങനെ നടക്കുമെന്ന ചോദ്യം ഒരു ഭാഗത്ത് വേറെയുമുണ്ട്. മുന്നോട്ടുള്ള ജീവിതം എല്ലാ അർത്ഥത്തിലും വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇന്ന് ഈ കുടുംബത്തിന്. പ്രശ്നങ്ങൾ തീർത്ത് എങ്ങനെയെങ്കിലും ജോലി ചെയ്യാനാകുന്ന സാഹചര്യം ലഭിച്ചെങ്കിലെന്നാണ് ഇവരുടെ ഏക ആഗ്രഹം. എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വൈഫും ഉണ്ട്, ഞാൻ ഒറ്റക്കാണെങ്കിൽ അവരെയും കൂടെ ഞാൻ ഈ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യുമ്പോൾ വീടും പോലും ഇല്ലാത്ത ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതാണ് എൻ്റെ പ്രശ്നം. അതുപോലെ ഈ കേൾക്കുന്ന ആൾക്കാർ നല്ല മനസ്സിലോട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ജോലി തരാൻ പറ്റണം. ഞാൻ എന്ത് ജോലി എടുക്കാനും തയ്യാറാണ്. അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഒരു മടിയില്ലാത്ത ഒരാളാണ്. വൈഫിനും നല്ല ജോലി ചെയ്യാൻ കഴിവുള്ളതാണ്. അപ്പോൾ പിന്നീട് ഒരു വിസ പ്രശ്നം ആരെങ്കിലും തന്നാൽ നമ്മൾ ഇവിടെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം. ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് നല്ലൊരു ജീവിതം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് സ്വപ്നം കാണുകയാണ് രാജേഷ്. സുമനസ്സുകളുടെ സഹായമാണ് ഈ കുടുംബത്തിന് ഇനി ആവശ്യം. കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് ഈ മലയാളികൾ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.